ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ചില നാളുകൾക്ക് ശേഷമാണ് വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേകവും വളരെ സീരിയസ് ആയിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇന്നായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദി ഓഥർ ഓഫ് ഇറ്റേണൽ സാൽവേഷൻ, നിത്യരക്ഷയുടെ കാരണഭൂതൻ എന്നാണ് മലയാളത്തിലായിരിക്കുന്നത്. നമുക്കതിന് എബ്രായ ലേഖനത്തിൽ നിന്ന് വായിക്കാം. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ വളരെയധികം കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ തർക്ക വിഷയങ്ങളായിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. അതുകൊണ്ട് ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് കടന്ന് നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇതിനെന്നാലും തൽക്കാലത്തേക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 5 പാർട്ടായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാം. പുത്രൻ എങ്കിലും എന്തുവാണ് അങ്ങനെ ഒരു ടേം ഉപയോഗിക്കാൻ കാരണം? താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്തുകൊണ്ട് യേശുവിന് കഷ്ടങ്ങളിൽ കൂടെ അനുസരണം പഠിച്ച് തികഞ്ഞവനാവേണ്ടി വന്നു? എന്തിനു വേണ്ടിയാണ് തികഞ്ഞവനായത് എന്നാണ് അടുത്ത് പറയുന്നത്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും 5ാമത്തെ പോയിന്റ് നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ 1 പുത്രനെങ്കിലും, 2 താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു, 3 തികഞ്ഞവനായി, 4 തന്നെ അനുസരിക്കുന്ന ഏവർക്കും. അത് മലയാളത്തിലാകുമ്പോൾ റിവേഴ്സ് വരുന്നു, നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. കുറച്ചും കൂടി ഇത്തരം ഹാർഡായിരിക്കുന്ന സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ പുതുതായിട്ട് വിശ്വാസത്തിൽ വരുന്നവർക്ക് ചില അനുഭവങ്ങളുണ്ടാകും. ശത്രു അവരടുത്ത് വളരെ ശക്തിയോടെ വാദിക്കും, നീ സാൽവേഷൻ്റെ വഴിയിലല്ല, രക്ഷയുടെ മാർഗത്തിലല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ കഴിയുന്നതിനേക്കാളും അതിഘോരമാണ്, ദൈവം നിന്നെ ചില കഷ്ടങ്ങളുടെ മാർഗത്തിൽ കൂടെ നടത്തി നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി വേർതിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമ്പോൾ ശത്രു വാദിക്കും അത് പണിഷ്മെൻ്റാണ്, ദൈവം നിന്നെ ശിക്ഷിക്കുകയാണ്. ഇങ്ങനെ പല രീതിയിലും മറ്റുള്ള ഒരു ഹാർഡ്ഷിപ്പ് ശത്രു നമ്മുടെ തോട്ട്സിൽ കൊണ്ടിടും. അനേകർക്ക് ഇതുണ്ട്. ഞാൻ ആത്മീയമായ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുന്നവർക്ക് പലർക്കും ഇത്തരം അനുഭവങ്ങളുള്ളതായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ നാം ചിന്തിക്കേണ്ടായിരുന്നു, മിക്ക മനുഷ്യരും തന്നോട് ദയാലുവായ ഒരുവനെ കണ്ടെത്തും, എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആർ കണ്ടെത്തും? ദൈവം വിശ്വസ്തനാണ്. ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പ്രോമിസുകൾ നമുക്ക് ദൈവം തൻ്റെ വചനത്തിൽ കൂടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനകത്ത് അവൻ അല്പം പോലും മാറുകയില്ല. അവൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ദൈവമല്ല. അതുകൊണ്ട് താൻ ചെയ്തതായിട്ടുള്ള പ്രോമിസുകൾ തിരുവായിക്കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തനാണെന്ന് എണ്ണുക. എന്നാൽ നമ്മളെ തന്നെപ്പോലെ ആക്കി തീർക്കുവാൻ പല മാർഗത്തിൽ കൂടെ നമ്മൾ നടത്തേണ്ട ആവശ്യകതയുണ്ട്, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്, പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇനി നാം അവനോട് ഒന്നായിട്ട് നിത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വീഴ്ച സംഭവിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ശരിയാകണം. ഞാൻ ചെറിയൊരു ഉദാഹരണത്തിൽ കൂടെ പറയാം. നമ്മുടെ മാനുഷികമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ ഒരു യൗവനക്കാരനും ഒരു യൗവനക്കാരിയും വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ ഇന്ന് മോഡേൺ ലൈഫിൽ കുറേ നാൾ പരിചയപ്പെട്ടിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ബേസിക്കായിട്ട് പറയുകയാണ്, അതുവരെയും ഗാർഡിയൻസിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരുടെ കീഴിലായിരുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ആ വിവാഹ രജിസ്റ്ററിൽ ഒപ്പ് ചെയ്ത മൂവ്മെൻറ്റ് തുടങ്ങി അതുവരെയും പരിചയമില്ലാതിരുന്ന അല്ലെങ്കിൽ അതുവരെയും ബന്ധമില്ലാതിരുന്ന ഒരു വ്യക്തിയുമായിട്ട്, ഒരു പുരുഷനുമായിട്ട് തൻ്റെ ഗാർഡിയൻഷിപ്പ് ചേഞ്ച് ആവുന്നത്. അതിനുശേഷം അവിടെ നോർമൽ ലൈഫിലേക്ക് വരുമ്പോൾ അനേക ചെറുതും വലുതുമായിട്ടുള്ള ഉരസലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും
അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് ഇത്തുള്ള ഡിഫറൻസൊക്കെ വരും. പക്ഷേ ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അത് പിരിഞ്ഞു പോകാതിരിക്കത്തക്കവണ്ണം അവർ വീണ്ടും വീണ്ടും അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഡിസയേഴ്സിനെയൊക്കെ മാറ്റി മാറ്റി ഒന്നുകിൽ ഒന്നായി തീരും, അല്ലെങ്കിൽ അത് ഭിന്നിച്ച് ഡിവോഴ്സായി തീരും. പക്ഷെ ക്രിസ്തുവുമായിട്ടുള്ള വിവാഹബന്ധം നമ്മളിപ്പോൾ നടന്നിരിക്കുകയാണ്. ക്രിസ്തുവുമായിട്ട് വിവാഹത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മനുഷ്യ വിവാഹങ്ങളിൽ നടക്കുന്നത് പോലെ ഒരു എന്താ പറയുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ തമ്മിലൊന്ന് ഒരസി പിന്നീട് ഒന്നായിത്തീർന്ന പരിപാടിയില്ല. ഇപ്പോഴേ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അതിനുള്ള അവസരമുണ്ട്. നമ്മുടെ ഹ്യൂമൻ ഫ്ലഷിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിനകത്ത് പാപസ്വഭാവങ്ങളുണ്ട്. പാപം നമുക്ക് ക്ഷമിച്ചു കിട്ടിയെങ്കിലും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരു പ്രമാണമുള്ളവരായിട്ട് തന്നെയാണ് എല്ലാ വിശ്വാസികളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് ഓവർകം ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ശത്രുവായവൻ പല തന്ത്രങ്ങളും കൊണ്ടിടുന്നതിൽ നിന്ന് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റായിട്ട് ശത്രു കൊണ്ടുവന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അല്ല, ദൈവത്തിൻ്റെ വചനം മനുഷ്യന് വേണ്ടി വെളിപ്പെട്ട നാളിൽ തുടങ്ങി തന്നെ ദൈവവചനത്തെ ഡിസോർട്ട് ചെയ്യാനെങ്കിൽ ദൈവവചനത്തെ വളച്ചൊടിക്കാൻ തക്കവണ്ണം ശത്രുവായവൻ നമുക്ക് ഏതൻ തോട്ടത്തിൽ തന്നെ ശ്രമിച്ചു തുടങ്ങിയെന്നും ഉപായത്താൽ അവ വഞ്ചിക്കപ്പെട്ടുവെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതേ പുതിയ ട്രിക്കുകൾ ഏകദേശം ഇപ്പോൾ 7500 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയാണ് സാത്താൻ ഓരോരോ തന്ത്രങ്ങൾ കൊണ്ടുവരുന്നത്. അതിനകത്ത് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റായിട്ട് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാട്സപ്പിനകത്ത് വന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനു വേണ്ടി ഒരു പ്രത്യേകമായൊരു എപ്പിസോഡ് തയ്യാറാക്കുകയുണ്ടായിരുന്നു. ബൈബിൾ ട്രാൻസ്ലേഷൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേഷൻ, അതായത് സത്യവേദ പുസ്തകം ശരിയല്ല. അതിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള യേശു മറ്റൊരു യേശുവാണ്, വേറൊരു സുവിശേഷമാണ്, വേറൊരു ആത്മാവാണ്, കിങ് ജെയിംസ് വെർഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ബൈബിളില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പഠിച്ച് വച്ചിരിക്കുന്നതായിട്ടുള്ള അനേക ഡയലോഗുകൾ ഇങ്ങനെ ഫാസ്റ്റ് ബുള്ളറ്റുകൾ അയക്കുന്നത് പോലെ അയച്ചുകൊണ്ടിരുന്നത് പല വിശ്വാസികൾക്കും അത് വളരെയധികം ഹാനിയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടി ഞാനൊരു എപ്പിസോഡ് തയ്യാറാക്കിയിരുന്നു. അതിനകത്ത് ട്രാൻസ്ലേഷൻസ്, കിങ് ജെയിംസ് വെർഷന് മുമ്പ് ട്രാൻസ്ലേഷൻസ് എങ്ങനെയാണ് വന്നത്, എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേഷൻ്റെ അടിസ്ഥാനങ്ങൾ കിടന്നത്, എങ്ങനെയാണ് ട്രാൻസ്ലേറ്റേഴ്സിനെ ഉപയോഗിച്ചത്, കിങ് ജെയിംസ് ആരാണ്, കിങ് ജെയിംസ് വെർഷൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്, ഒക്കെയും തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് കുറച്ച് അതിന് ശേഷം വന്നിട്ടുള്ള അതായത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രിട്ടിക് എന്ന് പറയും, അതിനെ ക്രിട്ടിക് വേഴ്സൽ എന്ന് വേണമെങ്കിൽ പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ട്രാൻസ്ലേഷനിൽ പ്രത്യേകിച്ച് പഴയ നിയമ എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്കിൽ അല്പം അറാമേ ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്, അറിയാമല്ലോ. ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഓരോ ട്രാൻസ്ലേഷൻ സമയത്തും അവൈലബിൾ ആയിരുന്നു. കാരണം വർഷങ്ങൾ കഴിഞ്ഞു പോയി. ആയിരക്കണക്കിന് ഏകദേശം 1300 വർഷങ്ങൾക്ക് ശേഷമാണ് വില്യം ടിൻഡിലെ ആദ്യമായിട്ട് 1388 ഒരു ട്രാൻസ്ലേഷൻ കൊണ്ടുവരുന്നത്. അതുവരേക്കും ഞാനത് പറഞ്ഞല്ലോ, റോമൻ ചക്രവർത്തിമാരുടെ കീഴാൾക്കാർ സമയത്തൊക്കെയും വിശ്വാസികളെ പിടിച്ച് അവരെ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. അവരുടെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ള എല്ലാവിധ രേഖകളും, ബൈബിളുകൾ, ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ എല്ലാം തന്നെ കത്തിച്ച് കളഞ്ഞ് നശിമാക്കുകയും അവരുടെ പ്രോപ്പർട്ടികളെ കണ്ടെടുക്കുകയും ചെയ്തു. അവരെല്ലാം മ്യൂട്ടിലേറ്റ് ചെയ്തു. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു ബന്ധമില്ലാതാക്കി കഴിഞ്ഞ് ഗുഹകളിലും മറ്റും പാർക്കേണ്ട അവസ്ഥ വന്നു. എങ്കിലും അവരുടെ വിശ്വാസം അവർ ത്യജിച്ചില്ല. റോമൻ ഗവൺമെൻറ്റിനെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ബാബിലോൺ ഗവൺമെൻറ്റിനെ മെദോ പെർഷ്യ പിടിച്ചടക്കി, മെദോ പെർഷ്യയെ ഗ്രീസ് പിടിച്ചടക്കി, ഗ്രീസിനെ റോമൻ പിടിച്ചടക്കി. എന്നാൽ റോമനെ ആരും പിടിച്ചടക്കിയത് കാണുന്നില്ല. റോം തന്നെത്താൻ ക്ഷയിച്ചു പോകുകയായിരുന്നു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ദൈവസഭയുടെ ശക്തിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചർച്ചിനകത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തിയാണ് ഇന്ന് ദൈവസഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കാരണം ദൈവസഭ പല കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. ഇന്നല്ല, AD 300-325 കാലഘട്ടത്തിൽ തന്നെ, അതിന് മുൻപ് തന്നെ ഏകദേശം 2-ാം നൂറ്റാണ്ടിൽ തന്നെ അത് സംഭവിക്കാൻ തുടങ്ങി. പ്രത്യക്ഷമായിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അത് വ്യക്തമായിട്ട് വളർന്നു.
അപ്പോൾ ആ കാലഘട്ടം തുടങ്ങി തന്നെ ദൈവത്തിൻ്റേതായിട്ടുള്ള വചനങ്ങളും സുവിശേഷങ്ങളും ലേഖനങ്ങളും എത്ര അവരുടെ കയ്യിൽ കിട്ടിയതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യനും അന്തിനുമായ കർത്താവ് തന്നെ വരുവാനുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് ശേഖരിച്ചു. അതൊക്കെ പല സമയങ്ങളാണ് കണ്ടുകിട്ടിയത്. ഒറിജിനൽ ടെക്സ്റ്റുകൾ ഹീബ്രുവിലും ഗ്രീക്കിലും അറാമ്യ ഭാഷയിലും ഉണ്ടായിരുന്ന ഒറിജിനൽ ടെക്സ്റ്റുകൾ പല പല സമയത്താണ് കണ്ടുകിട്ടിയത്. അപ്പോൾ അവൈലബിളായിരുന്ന ടെക്സ്റ്റിൽ നോക്കിക്കൊണ്ട് അത് ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നിന്ന് ഒറിജിനൽ റിട്ടൺ ഹീബ്രുവിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്നും അന്ന് പുന്ന് കാണുന്ന മാതിരിയുള്ള പുസ്തകങ്ങളല്ല, കമ്പ്യൂട്ടറുകളില്ല, തുകലിലോ അല്ലെങ്കിൽ പാപ്പിറസിലോ ഒക്കെ ആയിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ പറയില്ല, അതിൻ്റെ ജീർണതകൾ സംഭവിക്കും. അല്ല എന്താ പറയുക, മൺകലങ്ങളിലും മറ്റുമൊക്കെയും അടച്ച് സീൽ ചെയ്ത് മണ്ണിനടിയിലേക്കൊക്കെ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് പലയിടത്തു നിന്നും കിട്ടുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും കിട്ടുന്നതായിട്ടുള്ള സ്ക്രിപ്ചറസുകൾ എടുത്തുകൊണ്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ തന്നെ ഇന്ന് അല്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആക്ച്വലി സംഭവിച്ചിട്ടല്ല, എന്നാലും പലരുടെ ഹൃദയത്തിൽ ഇങ്ങനൊരു വിഷം കടന്നു വന്ന് അവർ പിന്മാറിപ്പോകാൻ ഇരുന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് തട്ടി ഉണർത്താൻ ധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഈ 3 ടൈപ്പ് ട്രാൻസ്ലേഷനാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നതൊരു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പലർക്കും ഷെയർ ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട് പറഞ്ഞത്, ഒന്ന് വേർഡ് ഫോർ വേർഡ്. ഹീബ്രുവിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഇപ്പോൾ ഇംഗ്ലീഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് എടുക്കുക. സിനോണിംസ് ഉപയോഗിക്കാതെ. ഇംഗ്ലീഷിൽ നമുക്കറിയാമല്ലോ സിനോണിംസ് ധാരാളമുണ്ട്. അപ്പോൾ സിനോണിംസ് ഉപയോഗിക്കാതെ വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ അത് കുറച്ചും കൂടി ഹാർഡായി തീരുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ട്രാൻസ്ലേഷനാണ് കിങ് ജെയിംസ് വെർഷൻ എന്ന് പറയുന്നത്. എന്നാൽ ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ മറ്റ് സെക്കൻഡ് മാർഗമാണ് തോട്ട് ഫോർ തോട്ട്. ഇപ്പോൾ ഒരു കാര്യം എഴുതിയിരിക്കുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന ഒരു ട്രാൻസ്ലേഷൻ എടുക്കുമ്പോൾ അതിന് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അതിൻ്റെ അന്തസത്ത എന്താണ്, ആ ഒരു വാക്യത്തിൽ കൂടെ എന്താണ് യോഹന്നാൻ മനുഷ്യരോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യന് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ മനുഷ്യന് മനസ്സിലാക്കാനാണല്ലോ ഈ വചനം എഴുതിയിരിക്കുന്നത്. അപ്പം മനുഷ്യന് ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ലാംഗ്വേജിന് തന്നെ നമുക്ക് മലയാളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെ ഓരോരോ കാലഘട്ടത്തിൽ ലാംഗ്വേജിന് മാറ്റമുണ്ട്. അപ്പോൾ അതാത് കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ അതിനെ മനുഷ്യർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ എഴുതി. ഇത് ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്? മനുഷ്യന് വായിച്ച് മനസ്സിലാക്കി ക്രിസ്തു ആരാണെന്നും അവന് ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുക സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന് അനുസരണത്തിൽ ഒന്നായി തീരുവാൻ. മറ്റൊരു ട്രാൻസ്ലേഷൻ രീതിയാണ് പാരാഫ്രൈസ് എന്ന് പറയുന്നത്. അതായത് ലിവിങ് ലാംഗ്വേജ്, വളരെ ലളിതമായ രീതിയിൽ മനുഷ്യന് മനസ്സിലാകാവുന്ന വിധത്തിൽ. ഇത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ ലിവിങ് ബൈബിളാണ് ഇന്ന് കൊച്ചുകുട്ടികൾക്ക്, അതായത് ഒരു വായിക്കാൻ പ്രാപ്തിയാവും തുടങ്ങി 4-5 വയസ്സ് തുടങ്ങി ഒരു 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്, അത് അല്ലെങ്കിൽ തന്നെ വിശ്വാസത്തിൽ ആരംഭത്തിൽ വരുന്നവർക്ക് വളരെ ലളിതമായ ഭാഷയിൽ മനസ്സിലാകുന്നതാണ് ലിവിങ് ബൈബിൾ എന്ന് പറയുന്നത്. നമുക്കത് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. മറ്റൊരു തോട്ട് ഫോർ തോട്ടാണ് നമുക്ക് കുറച്ചും കൂടി ആ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫിൻ്റെ അല്ലെങ്കിൽ ഒരു ലേഖനത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേർഡ് ടു വേർഡ് ആകുമ്പോൾ കുറച്ചും കൂടി അത് ഹാർഡായിട്ട് തോന്നും. ഈ ബേസിസിലാണ് ഈ ട്രാൻസ്ലേഷൻസ് നടന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ചുരുക്കത്തിൽ ഈ ട്രാൻസ്ലേഷൻസ് തന്നെ ഇപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന വാക്യം, അതായത് ഹെബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ നടന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹീബ്രു ചാപ്റ്റർ 5 വേഴ്സ് 8 ആണ്. അനേക ബൈബിളുകളുണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫോർ എക്സാമ്പിൾ കിങ് ജെയിംസ് വെർഷൻ തന്നെ എടുക്കുകയാണ്. ദോ ഹി വേർ എ സൺ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദോ ഹി എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് സ്മോൾ എച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിനെ കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ കൊണ്ടോ ഉപയോഗിക്കുമ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ഭാഷയിൽ ക്യാപിറ്റൽ എച്ച് ആണ് ഉപയോഗിക്കുക. ഇവിടെ നോക്ക്, ഈ വേർ എ സൺ, സണ്ണിന് എസ്സിന് ക്യാപിറ്റൽ കൊടുത്തു. യെറ്റ് അടുത്ത കാര്യം നോക്കുക, അത് വേറെ സബ്ജക്റ്റാണ്. ഇനി മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞു വരുമ്പോൾ ദോ ഹി വാസ് ഗോഡ്സ് സൺ, അവിടെ എ എന്നുള്ളത് സൈലൻ്റ് അല്ല, അവർ മാറ്റി. അപ്പോൾ അനേകം
പുത്രന്മാർ, ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറയുണ്ടായിരുന്നു, അനേകം പുത്രന്മാർ തേജസ്സിലേക്ക് നടത്തുമ്പോൾ സകലത്തിനും കാരണം, സകലത്തിന് കാരണഭൂ ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ എന്ന് പറഞ്ഞ് ദൈവ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ദൈവ പൈതൽ ഗ്രീക്ക് ഭാഷയിൽ ടെക്ന അല്ലെങ്കിൽ ചിൽഡ്രൻ, പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞ് എന്നാൽ പക്ഷെ ആരാണ്? മകനാണ്. എന്നാൽ പ്രായപൂർത്തി, പിതാവിൻ്റെ അവകാശം എടുത്ത് കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം പിതാവിന് ഉള്ളതുപോലെ പക്വത വന്ന ഒരു ദൈവ പൈതലിനെ വിളിക്കുന്ന പേരാണ് ഈ ഗ്രീക്ക് ഭാഷയിൽ ഹ്യൂയോസ്, പുത്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അനേകം പുത്രന്മാർ തേജസ്സിലേക്ക്, ക്രിസ്തുവിനുള്ള അതേ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഒരു പുത്രനല്ല, അനേകം പുത്രന്മാർ. അതുകൊണ്ടാണ് എ സൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കത് മനസ്സിലാകാതിരുന്ന ട്രാൻസ്ലേറ്റേഴ്സ് അത് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നുകൊണ്ട് എന്തേ ഈ വാസ് ഗാഡ്സ് സൺ എന്ന് എഴുതി. എന്നാൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ നോക്കണം, ഓൾദോ ഹി വാസ് എ സൺ, അവിടെ രണ്ടും ഉപയോഗിച്ചു. എ എന്ന് ഉപയോഗിച്ചു, ക്യാപിറ്റൽ എച്ച് കൊടുത്തു, എസ് ക്യാപിറ്റലാക്കി, വീണ്ടും ഇവിടേക്ക് എച്ച് കൊടുത്തത് ഹീസ് ക്യാപിറ്റൽ എച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ന്യൂ ഇൻ്റർനാഷണൽ വേർഷൻ, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, കുറച്ചും കൂടി ലളിതമായ ഭാഷയിലായിരിക്കുന്നത്. സൺ ദോ ഹി വാസ്, ഹി ലേൺഡ്, അഗൈൻ ഇവിടെ എച്ച് എല്ലാം സ്മോളായി തീർന്നിരിക്കുന്നു. ഇവിടെ നോക്കുക, ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഇന്ന് പൊതുവെ എല്ലാവർക്കും അംഗീകരിക്കാവുന്നതും എല്ലാവർക്കും ഉപയോഗിക്കാൻ ഏറ്റവും എന്താ പറഞ്ഞ ഉപയോഗ്യമായതും, അല്ലെങ്കിൽ ആരെയും ചോദിക്കുകയാണ് ഏറ്റവും ഏത് ബൈബിളാണെന്ന് ഉപയോഗിക്കാൻ പറ്റിയത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും ന്യൂ കിങ് ജെയിംസ് വേർഷനാണ്. ദോ ഹി വാസ് എ സൺ, ഇവിടെ ക്യാപിറ്റൽ എച്ച് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എ, അനേകം പുത്രന്മാരിൽ ഒരു പുത്രൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഡിവൈൻ നേച്ചർ അവന് മാത്രമേ ഉള്ളൂ. അവരോട് നാം തുല്യരായിത്തീരുവാൻ നമുക്കൊരു ഓപ്ഷൻ ദൈവവചനം, ഒരു ഫ്രീ ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അനേക ട്രാൻസ്ലേഷൻസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളും മാറ്റം വന്നിട്ടിരിക്കുന്നതുകൊണ്ട്, അപ്പോൾ മനുഷ്യന് വേണ്ടി എഴുതിയിരിക്കുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ട്രാൻസ്ലേഷൻസ് നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇന്ന് ആക്ച്വലി നമ്മുടെ സബ്ജക്റ്റ് അതല്ല എന്നിരിക്കും, ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിന്തിക്കാനോ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്, ഇന്ന് നാം വായിച്ച ഭാഗ്യത്തിൽ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങൾ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം ചിന്തിക്കാനും അതിൻ്റെ ഡെപ്തിലേക്ക് പോകാനുള്ള സമയം കിട്ടില്ല. എങ്കിലും ഒന്ന് അല്പമായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതിനൊന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം പ്രാർത്ഥനയോടുകൂടെ. പുത്രൻ എങ്കിലും, അപ്പോൾ പുത്രൻ എങ്കിലും എന്നൊരു പദം അവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അനേകർക്ക് അങ്ങനത്തെ ഒരു പഠിപ്പിക്കൽ തന്നെയുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കളായി തീർന്ന മനുഷ്യനെ അവർക്ക് പകരമായി ക്രിസ്തു അനുസരണം പഠിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ക്രിസ്തു അനുസരണമുള്ളവരായി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത് തെറ്റായ ഒരു പഠിപ്പിക്കലാണ്. ഇങ്ങനെ പഠിപ്പിച്ചിട്ട് പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഒരുവന് ഇനി അനുസരിക്കേണ്ട ആവശ്യകതയില്ല. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലും പൂർണ്ണമായിട്ടും തൻ്റെ എക്സിസ്റ്റൻസിന്, തൻ്റെ നിലനിൽപ്പിന് വേണ്ടി അനുസരണം അവന് വേണ്ടി ചെയ്തേ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ ഡിവൈൻ ലോയ്ക്ക് അവൻ 100% അനുസരണമുള്ളവനായി തീർന്നാൽ മാത്രമേ അവൻ്റെ എക്സിസ്റ്റൻസ് നടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ആദാം ഹവ്വയും തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം? ഡിസോബീഡിയൻസ്. അപ്പോൾ യേശുവിൻ്റെ അനുസരണമല്ല അനുസരണക്കേടിൻ്റെ മക്കൾക്ക് പകരക്കാരനായി തീർന്നത്, ബട്ട് യേശുവിൻ്റെ പകരക്കാരനായുള്ള സാക്രിഫൈസ്, യാഗം ആണ് നമുക്ക് പകരക്കാരനായി തീർന്നത്. അപ്പോൾ ദോ ഹി വാസ് എ സൺ എന്ന് പറയുമ്പോൾ അവൻ നമുക്ക് വേണ്ടി പകരക്കാരനായി അനുസരണമുള്ളവനായി തീർന്നല്ല, അവൻ്റെ ഹ്യൂമാനിറ്റിയിൽ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം, നമുക്ക് വേണ്ടി ഒരു ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ ആയിത്തീരുവാൻ തക്കവണ്ണം, നമുക്കുണ്ടാകുന്ന എല്ലാ കഷ്ടങ്ങളിൽ കൂടെയും ദൈവം അവനെ നടത്തി അവൻ ആ എന്താ പറയുന്നത് മഹാപുരോഹിത പദവിക്ക് തികഞ്ഞവനായി തീർന്നു, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ അവൻ തികഞ്ഞവനായി തീർന്നു.
ആ ഒരു സബ്ജക്റ്റിനേക്കാളും അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ഇവിടെയാണ് ഇന്ന് പെന്തിക്കോസ്ത് ഗോളം അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളം വീണ് കിടക്കുന്നതും മിക്കവാറും ആരും പഠിപ്പിക്കാത്തതും. അതിനെ മനസ്സിലാക്കണമെങ്കിൽ നാം സാൽവേഷൻ എങ്ങനെ നടക്കുന്നതിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാനിവിടെ ഈ വലതുഭാഗത്ത് കോപ്പി ചെയ്തിരിക്കുന്നത് കണ്ടീഷൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഏകദേശം 9 എപ്പിസോഡുകൾ ദി ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ചാനലിലുണ്ട്. അതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുന്നത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ സാൽവേഷൻ നടക്കുന്നത്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് അവർ സാൽവേഷൻ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷനാണ് അറ്റോൺമെൻറ്റ്. അറ്റോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദൈവനീതിക്ക് തൃപ്തി വരുമാറ്, ദൈവത്തിൻ്റെ ജസ്റ്റിസിന്, അതായത് ദൈവം മനുഷ്യൻ്റെ മേൽ ദൈവിക ഭരണകൂടം, ദൈവമല്ല ശിക്ഷ വിധിക്കുന്നത്, ദൈവിക ഭരണകൂടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഡിവൈൻ ലോയാണ് പാപം ചെയ്ത മനുഷ്യൻ്റെ മേൽ നിത്യമായ മരണമെന്ന ശിക്ഷ വിധിച്ചത്. ഇതിനെ മാറ്റുവാനോ ഇളവ് ചെയ്യുവാനോ ദൈവത്തിന് സാധ്യമല്ല. കാരണം ഡിവൈൻ ലോയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പകരക്കാരനായി ഒരു മരണം, ആ ശിക്ഷ മാനവ തലമുറയുടെ മേലുള്ള ശിക്ഷ സ്വമേധയ ഏറ്റെടുത്തുകൊണ്ട് ഒരു പകരക്കാരനായി മരണം നടക്കാത്തോളത്തോളം ദൈവം എത്രയോ കരുണാസമ്പന്നനായിരുന്നാലും അവന് പാപം ചെയ്ത മനുഷ്യനോട് കരുണ കാണിപ്പാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇന്ന് കരുണയുടെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്നേഹം തന്നെ, അവൻ ആരും നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. വചനങ്ങളൊക്കെ നമുക്ക് വേണ്ടത്ര കോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഡിവൈൻ ലോയ്ക്ക് ഏവരും മനസ്സിലാക്കിക്കൊള്ളുക, ഡിവൈൻ ലോയ്ക്ക് പൂർണ്ണ തൃപ്തി വരുന്നത് ഒരു അറ്റോൺമെൻറ്റ് പ്രായശ്ചിത്തം നടക്കാത്തോളത്തോളം ദൈവത്തിന് മനുഷ്യരോട് ഒരു സൃഷ്ടിയോടും കരുണ കാണിക്കാൻ സാധ്യമല്ല. അവൻ ആഗ്രഹിച്ചാൽ സാധ്യമല്ല. അവൻ അറ്റോൺമെൻറ്റ് ഇല്ലാതെ മനുഷ്യരോട് കരുണ കാണിച്ചാൽ അവൻ പാപം ചെയ്യാൻ ചെയ്യുന്ന അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കും. ഹാബേൽ തുടങ്ങി ഓരോ ഇൻഷൻസ് നോക്കുകയാണ്. അവർക്ക് വിശ്വാസത്താലായിരുന്നു യാഗങ്ങൾ കഴിച്ചിരുന്നത്. വരുവാനുള്ള രക്ഷകനിൽ അവർക്ക് അവരുടെ പിതാവായ ആദാമിനെ രക്ഷിച്ചിട്ടുള്ള ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അവരുടെ യാഗങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ക്രൂശീകരണം ഫിസിക്കലായിട്ട് നടക്കുന്നത് വരേക്കും അവർ ഫുള്ളായിട്ട് അവർ റിലീസ് ചെയ്തിരുന്നില്ലായിരുന്നു. അവർ അബ്രാഹാമിൻ്റെ മടിയിലായിരുന്നു. പ്രായശ്ചിത്തം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് കടഞ്ഞെന്ന് അവിടുന്ന് അവരെ പിടിപ്പിച്ചു കൊണ്ടുവരുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷനാണ്. അപ്പോൾ അറ്റോൺമെൻറ്റ് എന്ന കാര്യം പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്, ഒരു കവനൻ്റാണ്. പിതാവ് പറയുന്നത് ഈ വീണ് പോയ മനുഷ്യരിൽ നിന്ന് ഒരു കൂട്ടം ജനത്തെ വീണ്ടെടുത്ത് അതിനാവശ്യമുള്ള പ്രായശ്ചിത്തം പുത്രൻ നടത്തി താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഒരു കൂട്ടം ജനത്തെ വിശുദ്ധരാക്കി വേർതിരിച്ചെടുക്കണം. ഇതാണ് അറ്റോൺമെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്. പുത്രൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് 40-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അത് എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് കണ്ടീഷനാണ് റിപ്പൻറ്റൻസ്. അപ്പോൾ അറ്റോൺമെൻറ്റിനെ കുറിച്ച് അറിയാത്തവർ അനേകരുണ്ട്. ഹിന്ദുമാർഗത്തിലൊക്കെ വിശ്വാസികളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും നല്ല രീതിയിൽ ജീവിക്കുന്ന അനേകരുണ്ട്. അവരൊന്നും ഈ അറ്റോൺമെൻറ്റ് അംഗീകരിച്ചിട്ടില്ല. അവർ വേറെ പല രീതിയിൽ അറ്റോൺമെൻറ്റുകൾ നടത്തുന്നുണ്ട്. അത് ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവത്തിന് ഡിവൈൻ ലോയ്ക്ക് അത് സ്വീകാര്യമല്ല. അനേകരുണ്ട് റിപ്പൻറ്റൻസ് ഇല്ലാതെ വിശ്വാസം പുലർത്തുന്നവരുണ്ട്. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫിനെ ക്രൂശീകരിച്ചിട്ട് നാം ഏതും തൊട്ടത് സമ്പാദിച്ചത് എന്തായിരുന്നു? നിത്യനായ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ് സ്വയമായിട്ട് ദൈവത്തെ കൂടാതെ സ്വയമായിട്ട് വാഴുള്ള ആഗ്രഹം, അത് സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടാണ് പാപം ചെയ്തത്, വൃക്ഷഫലം പറിച്ചു തന്നത്. ആ സ്വയത്തെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് ദൈവഹിതം എന്നിൽ നടന്നാൽ മതി എന്ന് നമ്മുടെ എറ്റേണലായിട്ടുള്ള നമ്മുടെ എന്താ പറഞ്ഞ ദ ഫൈനൽ ടാസ്ക് അതാണെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് റിപ്പൻറ്റൻസ്. അല്ലാതെ കുറച്ച് മോറൽ സിൻസ് ഒന്ന് വിട്ടു നിൽക്കുന്നതോ ചില കൂട്ടായ്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതോ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് കുറച്ച് കാര്യം നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് റിപ്പൻറ്റൻസ് ഫുള്ളാകുന്നില്ല. ഈ ഓരോ കണ്ടീഷൻസും ഇൻഡിസ്പെൻസിബിളാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. ഇതിൻ്റെ 100% ഇത് പൂർത്തീകരിക്കാത്തോളം ദൈവത്തിനൊരു സോളിനെ സേവ് ചെയ്യുവാൻ സാധ്യമല്ല. അറ്റോൺമെൻറ്റ് കണ്ടീഷനിൽ അവനെ മരിച്ചവിടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് സ്ഥിരീകരിച്ചു. റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവപുത്രനെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി എസ്റ്റാബ്ലിഷ് ചെയ്തു.
അപ്പോൾ അത് 100% പെർഫെക്റ്റായി ദൈവത്തിൻ്റെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവന് സൗജന്യമായി നീതീകരിക്കപ്പെടാം. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അനേകർ ഫെയ്ത്ത് ഓൺലി, ഓഫ് കോഴ്സ് ഫെയ്ത്ത് എന്തിനോട് കമ്പയർ ചെയ്തിട്ടാണ്? പ്രവൃത്തിയിൽ കൂടെ നീതീകരണം സാധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന കത്തോലിക്ക മതത്തിൻ്റെ ഉള്ളിൽ നിന്നും, ഡാർക്ക്നെസ്സിൽ നിന്നും പണം കൊടുത്തുകൊണ്ട് പാപക്ഷമ മേടിക്കുക, പണം കൊടുത്തുകൊണ്ട് മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കുക, കൂടുതൽ പണം കൊടുത്ത എത്ര ഫാസ്റ്റായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, അവർ ജീവിതത്തിൽ എന്തെല്ലാം തിന്മകൾ ചെയ്ത് ജീവിച്ചാലും കർമ്മങ്ങളിൽ കൂടെ അവരെ സേവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് പാവം മനുഷ്യരെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരുന്ന കത്തോലിക്ക മതത്തിൻ്റെ അല്ലെങ്കിൽ മിസ്റ്ററി ബാബിലോണിൻ്റെ ഡാർക്ക്നെസ്സിൽ നിന്നും, അതല്ല, അത്തരത്തിലുള്ള പ്രവൃത്തിയിൽ കൂടിയല്ല നീതീകരണം നടക്കുന്നത്, വിശ്വാസത്താലാണ്. ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, വിശ്വാസത്താലാണ് നീതീകരണം നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് റീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് മാത്രം പിടിച്ചുകൊണ്ട് ഇന്ന് അനേകർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഇറ്റ്സ് ഓൺലി വൺ കണ്ടീഷൻ, ഇറ്റ്സ് ഓൺലി വൺ കണ്ടീഷൻ. അറ്റോൺമെൻറ്റിനെ അംഗീകരിക്കാതെ, അവർക്ക് റിപ്പൻറ്റൻസ് ഇല്ലാതെ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചരിത്രപരമായി വിശ്വസിക്കുന്നതിനാൽ അവരുടെ രക്ഷ നടക്കുന്നില്ല. ഇതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഗ്രേറ്റ് സാൽവേഷൻ എന്ന ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെയും കാണാത്തവർ അല്ലെങ്കിൽ വീണ്ടും കണ്ടാൽ തന്നെയും നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. അടുത്ത കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ, സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. അവിടെയാണെന്ന് മിക്കവാറും വിശ്വാസികൾ ഡാർക്ക്നെസ്സിൽ കിടക്കുന്നത്. എങ്ങനെയാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത് അറിയുന്നില്ല. അതിനും വേണ്ടി ഒരു പ്രത്യേക എപ്പിസോഡ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം. ഓരോരോ ഇൻസ്റ്റൻസിലും നമ്മുടെ ഫ്ലഷ് എന്താണ്, ക്രിസ്തുവുമായിട്ടുള്ള ഓരോ ബന്ധത്തിലും. ഇപ്പം നിത്യരക്ഷയുടെ കാരണബോധനം എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. എങ്ങനെയാണ് അവൻ നമുക്ക് നിത്യരക്ഷയുടെ കാരണബോധനായി തരുന്നത്, എന്താണ് അവനുമായിട്ട് അനുസരണത്തിൽ തികയേണ്ട ആവശ്യകത, ഇതെല്ലാം പഠിച്ചാലാണ് നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ നടക്കുകയുള്ളൂ. ഞാൻ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ട്, പഠിച്ചതുകൊണ്ടോ, ബുക്ക് എഴുതിക്കൊണ്ടോ, വീഡിയോകൾ തയ്യാറാക്കി യൂട്യൂബിലിട്ടതും കൊണ്ട് എൻ്റെ സാങ്ക്ടിഫിക്കേഷൻ നടക്കണമെന്നില്ല. ഞാനതിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ച് ക്രിസ്തുവുമായിട്ട് അനുസരണത്തിൽ, അവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് തന്നെ അനുസരിക്കുന്ന ഏവർക്കും. അവിടെ തന്നെ അനേകർക്ക് എത്തിച്ചിരിക്കുന്നത് അവൻ സുവിശേഷങ്ങളിൽ കൂടെ ലേഖനം കൂടെ എഴുതി തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം അനുസരിച്ചാൽ മതി, കുറച്ച് ചില പാപകാര്യങ്ങൾ മാത്രം വിട്ട് കളഞ്ഞാൽ മതി. ഇതെല്ലാം ഓഫ് കോഴ്സ് ഒരു പരിധിവരെ ശരിയാണ്, എന്നാലത് പൂർണ്ണമല്ല. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് നമ്മുടെയും നമുക്കുള്ള സകലത്തിൻ്റെയും മേലുള്ള കർത്തൃത്വം, ഭരണം അവനെ ഏൽപ്പിച്ചു കൊടുത്ത് അവനുമായിട്ട് അനുസരണത്തിൽ തികയാത്തൊരൊറ്റ സോളിനെ പോലും നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ഇതെല്ലാം കണ്ടീഷൻസ് വരുമ്പോഴാണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗാഡ്. ഇപ്പോഴും ഇനി വരുവാനുള്ള കാലഘട്ടത്തിലും ഈ ഒരവസ്ഥ, അതായത് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗാഡ്, അത് ദൈവമാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്, ദൈവമാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഒരു പാസ്റ്ററിൻ്റെ ഒരു സഭയ്ക്കോ ഒരു മതത്തിനോ അധികാരം കൊടുത്തിട്ടില്ല. ഗോഡ് ഹാസ് ടു സേ, ഈ പെർട്ടിക്കുലർ വ്യക്തി ക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടണമെങ്കിൽ വേറെ ഒരുത്തനും സാധ്യമല്ല. ക്രിസ്തു മാത്രമേ നീതീകരിക്കപ്പെട്ടത്. ക്രിസ്തു ഇല്ലാത്ത ഒരുത്തന് പോലും അവൻ്റെ മുമ്പിൽ നീതീകരണം സാധ്യമല്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഇത്തരം കണ്ടീഷൻസ് അതിൻ്റെ ഫുൾനെസ്സിൽ ഇൻഡിസ്പെൻസിബിളായിട്ട് ഒഴിച്ചുകൂടാൻ കഴിയാത്ത വിധത്തിൽ ഫുൾനെസ്സിൽ നടന്നാൽ മാത്രമേ ഒരു സോളിൻ്റെ സാൽവേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാകും നിത്യരക്ഷയുടെ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥമെന്ന്. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കിയാൽ ഈ റിലേഷനിൽ കൂടെ നമ്മുടെ കർത്താവ് നടത്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തി, നമ്മളെ സാങ്ക്ടിഫിക്കേഷൻ രീതിയിൽ, അതായത് ഓരോരോ റിലേഷനിലും നമുക്ക് ഉള്ളതായ സെൽഫ്, ഫോർ എക്സാമ്പിൾ തന്നെ അനുസരിക്കുന്ന ഏവർക്കും. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആയിരക്കണക്കിന് ദുഷ്ടാത്മാക്കൾ മറിയയുടെ പേരിൽ, യേശുവിൻ്റെ പേരിൽ, പല അപ്പസ്തോലന്മാരുടെ പേരിൽ, മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ, കന്യാസ്ത്രീമാരുടെ പേരിൽ, പരിമല തിരുമേനയുടെ പേരിൽ, മരിച്ചുപോയ പല പുരോഹിതന്മാരുടെ പേരിൽ, പലയിടത്തും
മനുഷ്യൻ്റെ ഉള്ളിൽ കിടന്ന് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അവിടെ ഭൗതികമായ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു. അത് ദൈവികമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവയെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന് അവയെ അനുസരിച്ച് നടക്കുന്ന നല്ല മൃദുവായ ഉപദേശങ്ങൾ തരും. നല്ല മൃദുവായ പെരുമാറ്റങ്ങളായിരിക്കും. അവിടെ പ്രവൃത്തികൾ കണ്ടാൽ ഇവർ വളരെ പെർഫെക്റ്റ് ആണെന്ന് തോന്നും. അതിനൊന്ന് ടച്ച് ചെയ്ത് നോക്കണം. അപ്പം അറിയാൻ കൊടുങ്ങല്ലൂർ അമ്മ വെളിപ്പെടുന്നത്. മറിയ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാം കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് അല്ലെങ്കിൽ ഭദ്രകാളിയായിട്ട് വെളിപ്പെടുന്നത്. ഞാൻ ഈ ഒരാഴ്ചയിൽ ആ സത്യവുമായിട്ട് പോരാടി അതിന് ആയുധവർഗം വെപ്പിച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. വെറുതെ അല്ല പറയുന്നത്. അതുകൊണ്ട് ഓരോ ദൈവ പൈതലും നല്ല ഉറച്ചിരിക്കണം. ഞാൻ അവൻ്റെ വിശുദ്ധ കരങ്ങളിലാണ് ഇരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27 തുടങ്ങി 29 വരെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ജോൺ, ഞാൻ പല ക്ലാസ്സുകളിൽ ഇത് വായിച്ചിട്ടുള്ളതാണ്. ഗോസ്പൽ ഓഫ് ജോൺ 10-ാം അധ്യായത്തിൻ്റെ 27 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇതൊരു പ്രോമിസാണ് നമുക്ക്. ആര് പറഞ്ഞിരിക്കുന്നത്? നിത്യനായവൻ, അനന്യനായവൻ, മാറ്റമില്ലാത്തവൻ, തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവന് വെച്ച് കൊടുക്കുന്നവൻ. ഇത് ഞാൻ പേഴ്സണലായിട്ട് അനുഭവിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെ പിടിച്ചു പറിക്കുന്ന വിധത്തിലുള്ള അനുഭവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരും. നമ്മുടെ ചിന്തയിൽ കൂടെ അനേകമായ ഡാൻസ് അല്ലെങ്കിൽ എന്താ പറയുക തീയമ്പൾ അയച്ചുകൊണ്ട് നമ്മുടെ രക്ഷ നടക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താൽ. യൂദയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഒരിക്കലായിട്ട് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്നാണ്. വിശ്വാസം നമുക്ക് ഒരിക്കലായിട്ട് എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ബാങ്കിൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വിലയേറിയ സാധനങ്ങൾ കൊണ്ട് ബാങ്കിൽ സൂക്ഷിക്കാൻ കൊടുത്തിരിക്കുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നാം തിരിച്ചു ചോദിക്കുമ്പോൾ അയ്യോ കൊള്ളയായിട്ട് പോയി കള്ളം കൊണ്ടുപോയെന്ന് ബാങ്കിന് പറയാൻ പറ്റില്ല. നമുക്ക് തന്നേ ഒക്കെയുള്ളൂ. അതേപോലെ വിശ്വാസം എന്നത് നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസം എന്നാൽ അത് ക്രിസ്തുവിനുള്ള ആശ്രയം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസ്തരും വേണ്ടി ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി അത് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നാം പോരാടണം. ഇപ്പോൾ ബാങ്കിലൊരു ഡെപ്പോസിറ്റിൽ കൊണ്ടുപോയിക്കും ബാങ്ക് എന്ത് ചെയ്യുന്നത്? അതിനുവേണ്ടി സേഫ് ലോക്കറുകൾ ഉണ്ടാക്കിയിട്ട് പല വിധത്തിൽ ചാവികൾ ഉണ്ടാക്കിയിട്ട് അതിന് സെക്യൂരിറ്റി വെച്ച് ക്യാമറകൾ വെച്ച് എല്ലാവിധത്തിലും സെക്യൂർ ചെയ്യും. എന്നിട്ടും പലരും മോഷ്ടിച്ചു കൊണ്ട് പോകുന്നുണ്ട്. എല്ലാവിധത്തിലും സെക്യൂർ ചെയ്ത്, കാരണം അതിനകത്ത് വെച്ചിരിക്കുന്നതിന് തിരിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അനിന്യരായിട്ട് വെളിപ്പെടേണ്ടതാണ്. അവനാണ് നമ്മളിൽ ആരംഭിച്ചത്. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നവനും അവൻ തന്നെയാണ്. അതുകൊണ്ട് അവനുമായിട്ട് ഒന്നായി ചേർന്ന് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ നേരെ ഓപ്പോസിറ്റായിട്ട് പിടിച്ചു പറിക്കുന്നതായിട്ട് അനുഭവം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം. എന്നാൽ ഈ വാക്യമല്ല നമ്മളെ രക്ഷിക്കുന്നത്, ഈ വാക്യത്താൽ ക്രിസ്തുവാണ് നമ്മളെ രക്ഷിക്കുന്നത്. അനേകർക്ക് ഞാനിന്നൊരു ബ്രദറുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ വചനമാണ് രക്ഷിക്കുന്നത്. നമ്മൾ വചനം പഠിച്ച് ചീർത്തു പോകുക. ഈ വചനങ്ങളൊക്കെ ആർക്കും അറിയാം? ദുഷ്ടാത്മസേനയ്ക്കും അറിയാം. അതല്ലേ യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അവ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു, പക്ഷേ അവർക്ക് നിത്യജീവൻ കിട്ടുന്നുണ്ടോ? അപ്പോൾ വചനവും നമുക്ക് എന്തിനാവശ്യം? ക്രിസ്തു ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ടെംപ്റ്റേഷനുകളിൽ നമ്മുടെ തീയമ്പൾ കടന്നു വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് ഈ വചനങ്ങൾ അറിയുന്നെങ്കിൽ മാത്രമേ ഇത് ഓർമ്മപ്പെടുത്തി തരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വചനം പഠിക്കേണ്ടതെന്നല്ല പറഞ്ഞാൽ, വചനം പഠിക്കണം, നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം, അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കണം, അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ടെംപ്റ്റേഷൻസ് സമയങ്ങളിൽ നമുക്കിതെല്ലാം ഓർമ്മപ്പെടുത്തി തന്ന് അപ്പോൾ നമ്മുടെ ബലഹീനത നമുക്ക് വെളിപ്പെടുമ്പോൾ ആ ബലഹീനതയെ ത്യജിച്ച് കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ പരിശോധനകളും നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനാണ്, നമ്മൾ നശിപ്പിക്കുവാനല്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ ശത്രു നമ്മളെ പോരാടും, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയിടും. നോക്കുന്ന നിനക്ക് ശിക്ഷ കിട്ടുന്നതാണ്, ദൈവം നിന്നെ ശിക്ഷിക്കുകയാണ്.
അനേക വിശ്വാസികൾക്ക് സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കഷ്ടത വരുമ്പോൾ ദൈവം ശിക്ഷിക്കണം, ശത്രു തീയുമ്പോൾ കൊണ്ടിടും. ഒരു ചെറിയ തലവേദന വന്നു കഴിഞ്ഞാൽ അത് ബ്രെയിൻ ട്യൂമറാണ്, ദൈവം തന്നെ ശിക്ഷിക്കുകയാണ്, ശത്രു കൊണ്ട് ബാധിക്കുക. എൻ്റെ ശരീരം പ്രാണനും ആത്മാവും ഒരുവൻ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഇത്തരം അനേക അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടാണ് പറയുന്നത്, കടന്നു പോയിട്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തു നമ്മുടെ എറ്റേണൽ സാൽവേഷൻ്റെ ഓഥറായി തീരണമെങ്കിൽ, കാരണബോധനായി തീരണമെങ്കിൽ അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി തീർന്നേ പറ്റുകയുള്ളൂ. കരുണ കൊണ്ട്, അത് കരുണയുടെ കർത്താവ് എന്ന് പറയുന്നത് സേറ്റാൻ്റെ ഒരവതാരമാണത്. ഇന്ന് കാണാമല്ലോ, ഇങ്ങനെ നെഞ്ചത്തുനിന്ന് ഒരു നീലിയും ഒരു വെള്ള ലൈറ്റും ഒന്ന് കാണിക്കുന്ന, ഇതൊക്കെ ദുഷ്ടാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ്. ദുഷ്ടാത്മാവിൻ്റെ ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയതാണത്, ലോകമെമ്പാടും വ്യാപരിച്ചു. മറിയൽ ഒരു മാർഗരറ്റ് എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചിന് ലൂർദിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടിട്ട് ആരംഭിച്ചതാണ്. ഇസ്ലാം മതം ഇതുപോലെ തന്നെ ഒരു അശരീരി കേട്ട് ആരംഭിച്ചതാണ്. ഇതുപോലെ കേരളത്തിലുണ്ടല്ലോ ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മമാർ. ഇതുപോലെ അനേകർ വഞ്ചിക്കപ്പെടുന്ന ദുഷ്ടാത്മ ലോകം വളരെയുണ്ട്. ഇതിൻ്റെ മധ്യത്തിലാണ്, അനാക്യ മല്ലന്മാരുടെ മധ്യത്തിൽ യോശുവയും കാലേബിനെയും അവർ പറഞ്ഞതനുസരിച്ച് കൊണ്ട് നമ്മെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവ നമ്മോട് കൂടിയിരുന്നാൽ നമ്മൾ ഈ അനാക്യ മല്ലന്മാരുടെ മുമ്പിൽ തന്നെ നമ്മൾ ജീവിക്കും. ഇതാ വിശ്വാസം. ഇല്ലത് അനാക്യമായ മല്ലന്മാരില്ലാതെ നമ്മൾ കാത്തു പൊതിഞ്ഞു കൊണ്ടുകൊടുക്കുന്ന നല്ല വിശ്വാസം. അതിൻ്റെ മുമ്പിൽ നമ്മളെ നിർത്തുന്നതാണ് വിശ്വാസം. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ശക്തി, അതാണ് കൃപ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ എവിടെ നിന്നാണ് നമ്മൾ വിളിച്ച് വേർതിരിച്ചത്? നമ്മൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അധിപതിയിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, നമ്മുടെ ജഡമോഹങ്ങളിലും മനോവികാരങ്ങളിൽ നടന്ന് പ്രകൃതിയാൽ ദൈവക്രോധത്തിൻ്റെ മക്കളായിരുന്ന അവസ്ഥയിൽ നിന്ന് കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നത്. കൃപയ്ക്ക് അളവ് ഇല്ല. എത്ര വേണമെങ്കിൽ നമുക്ക് അനുഭവിക്കാം, എത്ര വേണമെങ്കിലും. അളവ് കൂടാതെ ഗ്രേസ് അവൻ്റെ നിറവിൽ നിന്ന്. അതാ പറഞ്ഞിരിക്കുന്നത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പോൾ ഗ്രേസ്, സഫീഷ്യൻ്റായിട്ട് ഗ്രേസ് അവൻ്റെ അടുത്തുണ്ട്. ആൻഡ് അത് സാൽവേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഗ്രേസ് ടുഗദർ വിത്ത് അവർ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു റിലേഷനാണ്. പക്ഷെ കണ്ടീഷൻ ഇല്ലാതെയല്ല. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പോൾ ഇന്ന് ആരെയാണ് ഞാൻ അനുസരിച്ച് നടക്കുന്നത് വളരെ ക്ലാരിറ്റി ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. ഇന്ന് അനേകർക്ക് കർത്താവിനോട് പറഞ്ഞു, കർത്താവിനെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, കർത്താവോടെ പോകാൻ പറഞ്ഞു, ഇവിടെ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് അനേകർ വ്യാജമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ സ്പിരിറ്റ് ഏതാണെന്ന് ആത്മാവിൽ വിവേചിക്കും പറയാൻ പറ്റും. മറിയയാണോ, കാർത്തിയാനിയാണോ, അത് കൊടുങ്ങല്ലൊരു അമ്മയാണോ, ശിവനാണോ, കാളിയാണോ എന്നൊക്കെ ഞാൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. അനേകരുടെ അവസ്ഥ കണ്ട് വളരെ വളരെ ഞെരുങ്ങുന്ന അവസ്ഥയാണ്. ഇവരെല്ലാം യേശു ക്രിസ്തു ആണെന്ന് രക്ഷ നടക്കുന്നു പറഞ്ഞാണ് ഇരുട്ടിക്കൂടി യാത്ര ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതിന് പറ്റതായിട്ട് സൈറ്റാൻ അഭിഷേകം ചെയ്തിരിക്കുന്ന അനേകം ശുശ്രൂഷകന്മാർ ഈ ആത്മീയ ഗോളത്തിലുണ്ട്. കപട വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്ന ചെന്നായ്ക്കൾ തങ്ങളുടെ വയറ് വീർപ്പിക്കാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഡിനോമിനേഷൻ ബെനിഫിറ്റുകൾക്ക് വേണ്ടി, തൻ്റെ സ്വരൂപത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട് തെറ്റിപ്പോയ മനുഷ്യന് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തുകൊണ്ട് ആ അറ്റോൺമെൻറ്റിനെ ഒന്ന് ഓർത്തു നോക്കണം. ഏതവസ്ഥയിൽ നിന്ന് സ്വർഗീയ ദൂതന്മാരുടെ ആരാധന സ്വീകരിച്ചിരുന്നവൻ, ലൂസിഫർ സംഗതി ഒരൊറ്റ തെറ്റിന് കഠിനമായി ശിക്ഷിച്ചവൻ, മനുഷ്യനും അതിനോട് സമമായി തെറ്റിച്ചത് അവനെ ശിക്ഷിക്കാതെ താൻ തന്നെ അവർക്ക് വേണ്ടി അറ്റോൺമെൻ്റ് ആകുന്ന കാര്യം റിവീൽ ചെയ്തവൻ, കാലസമ്പൂർണ്ണ സീഡസന്ധിയായി ജനിച്ച് ന്യായ പ്രമാണത്തിന് കീഴുള്ളവനായിട്ട് വന്ന് അനുസരണം മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി നമുക്ക് വേണ്ടി പകരക്കാരനായി തീർന്ന നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ച് മരണം അനുഭവിച്ചവൻ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം നാം എന്നേക്കും കോടി മനുഷ്യർ എന്നേക്കുമായിട്ട് ദൈവസ്ഥാനത്ത് നിന്ന് കൈവിട്ടു പോകേണ്ട സ്ഥാനത്ത് തൻ്റെ പുത്രൻ അല്പസമയം കൈവിട്ടു പോകുന്നത് നല്ലതെന്ന് കണ്ട പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിലാണ്
ഈ കള്ളം കപട കച്ചവടം നടത്തുന്നത്? ആരെ? ഈ മനുഷ്യനെ പോക്കറ്റടിക്കുന്നത്. ഒരു കാലത്ത് കത്തോലിക്കൻ വ്യാജമായിട്ടുള്ള ഉപദേശങ്ങളിൽ കൂടി പണം വാങ്ങിച്ചുകൊണ്ട് പാപക്ഷമ കൊടുക്കുന്നതും, പണം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്നുണ്ട്, പണം വാങ്ങിച്ചുകൊണ്ട് മരിച്ചവരെ അവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റുന്നതും, ഇതെല്ലാം മനുഷ്യന് മനസ്സിലാകുന്നില്ലയോ? ബുദ്ധി ഇത്രമാത്രം രണ്ടുപോയോ? മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലക്റ്റ് കൊണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ തക്കവണ്ണം ഇത്രമാത്രം ഉയർന്നു വന്നു. സ്പേസിൽ പോയി തിരിച്ചു വന്നു. അടുത്തയിടെ സ്പേസിൽ പോയിട്ട് അവിടെ എക്യുപ്മെൻറ്റ് അയച്ച അതേ ലോഞ്ചിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു. അയച്ച അതേ ലോഞ്ചിലേക്ക്. മനുഷ്യൻ അത്രമാത്രം ടെക്നോളജിയിൽ ഉയർന്നു. ഇതെന്താ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ആർക്ക് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നത്? അത് ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ ഇത് കഴിക്കും ബുദ്ധി കൊണ്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഗ്രഹിപ്പിച്ച് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒബ്സ്റ്റാക്കിളാകാതെ, ദൈവത്തിൻ്റെ ആത്മാവിനോട് വിഘടിക്കാതെ, ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ. ഇന്ന് അനേകരുണ്ട്, രക്ഷിക്കപ്പെട്ടു, നല്ല ഒലിവ് മരത്തിനോട് കൊണ്ട് ചേർത്ത് ഒട്ടിച്ചു. അവിടെ ഇരിക്കുമ്പോൾ തന്നെ അതേ ചില ആൽമരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ കൊമ്പുകളിൽ നിന്ന് വേര് വന്ന് തറയേക്ക് മുട്ടും. കുറച്ച് നാൾ കഴിഞ്ഞാൽ സ്റ്റെം ഏതാണ്, മരം ഏതാണ്, വേരേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത്ര വേരിന് തടി വയ്ക്കും. അത് ജീവാംശമൊക്കെ വലിച്ചെടുക്കുന്ന വേരിൽ കൂടി ആയിരിക്കും. അതിനെ അവിടെ നിന്ന് മുറിച്ച് കളഞ്ഞാലും, അതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് ഒട്ടിച്ച് സ്റ്റെമ്മിൽ നിന്ന് മുറിച്ച് കളഞ്ഞാലും അത് ജീവിച്ചുകൊണ്ടിരിക്കും. കാരണം അതിന് ജീവാംശം കിട്ടുന്നത് വേരിൽ കൂടെ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന് പെന്തിക്കോസ്ത് ഗോളത്തിൽ ഇതേപോലെ നല്ല ഒലിവ് മരം അറിയുന്ന ക്രിസ്തുവിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞിട്ടും പെന്തിക്കോസ്തുകാരിയാണ്, പാസ്റ്ററാണ്, സെൻട്രൽ പാസ്റ്റർ അത് പറഞ്ഞ് അതിനകത്ത് തന്നെയുണ്ട്. പക്ഷേ അവരുടെ ജീവാംശം ക്രിസ്തുവിൽ നിന്നല്ല, ഈ ലോകത്തിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ അധികാരിയാണ് സാത്താൻ ഇന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദുഃഖകരമായ കാര്യമാണത്, ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്തു നമ്മുടെ നിത്യജീവൻ്റെ ഓഥറാകണമെങ്കിൽ, കാരണബോധനാകണമെങ്കിൽ അവനുമായിട്ട് അനുസരണത്തിൽ പൂർണ്ണതയിൽ വന്നേ പറ്റുള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ താഴ്മയോടുകൂടെ ഞാൻ പറയും, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ ഒന്നുകൊണ്ട് സാധ്യമല്ല. ഫ്രീ ആയിട്ട് ഞാനിതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പോലും അങ്ങനെ ഒരു കൃപ കിട്ടിയിട്ടാണ്. ആ ഉയരത്തിൽ ശക്തി വന്നേ പറ്റുകയുള്ളൂ. അല്ലാതെ ഇത്രയൊക്കെ സബ്ജക്റ്റ് റിലീസ് ചെയ്യാൻ സാധ്യമല്ല. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കും. അതിനു മുമ്പ് അല്പമായിട്ട് തീയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. നമ്മുടെ സെൽഫുകളെ റിവീൽ ചെയ്ത് തരും. കർത്താവേ, എന്നെക്കൊണ്ട് സാധ്യമല്ല, നീ പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. എനിക്ക് ഉയരത്തുള്ള ശക്തി വേണം. ജ്ഞാനം അവതരിപ്പിക്കുന്നത് കൊണ്ട് ആർക്കും വിശ്വാസത്തിൽ വരാൻ സാധ്യമല്ല. പക്ഷേ നീ സംസാരിച്ചാൽ കേൾക്കുന്നവന് നിത്യജീവനുണ്ടാകും, അവൻ നിന്നോട് അടുക്കും എന്ന് വളരെ താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് കർത്താവ് നിങ്ങളോട് പറയാൻ കൃപ തരുന്നത്. ഈ വചനങ്ങളെ ദൈവമേ കർത്താവ് നിങ്ങളെ ഏവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും നീ നിത്യജീവൻ്റെ, നിത്യരക്ഷയുടെ കാരണബോധനായി തിരുവനന്തക്കണം ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവേ നിന്നോടുള്ള അനുസരണത്തിൽ പൂർണ്ണരായി തിരിഞ്ഞ് പിതാവിനെല്ലാം ആകർഷിക്കപ്പെട്ട് നിന്നേക്ക് അടുത്തിരിക്കുന്ന ഏവരും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം വീഴാതവണ്ണം സൂക്ഷിച്ച് നിൻ്റെ മഹിമാസ്ഥലതയെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നീ ശക്തനാണല്ലോ. നിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.